പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാം വായനയിൽ നന്നായിട്ട് കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ ഇസ്ഹാക്കിനിഷ്ടം മൂത്ത മകൻ ഏസാവിനെയാണ്, റബേക്കയ്ക്കിഷ്ടം യാക്കോബിന്. രണ്ടുപേരുടെയും ഒരു കളി നടക്കുന്നുണ്ട് കുടുംബത്തിലും. അപ്പം അങ്ങനെ ഒരു ചതി നടക്കുന്നുണ്ട്. ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന അപ്പന്മാർ ഈ കൂട്ടത്തിലുണ്ടാവും, പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ മകൻ പഠിക്കാൻ പോകുന്നില്ല എങ്കിൽ ആ പൈസ വേസ്റ്റാണ്. അതായത് പൈസ മുടക്കി, പക്ഷെ അവൻ നേരാവണ്ണം പഠിക്കുന്നില്ല. ഇനി ചില മക്കളുണ്ട്, കബളിപ്പിക്കും. അപ്പം എന്നെ ആ കോഴ്സിന് ചേർക്കപ്പാ, ഞാൻ പഠിച്ചോളാം എന്ന് പറയും. അവന് ചിലപ്പോൾ ഉദ്ദേശം വേറെ വല്ലതായിരിക്കും, ഇന്ന സ്ഥലത്ത് പോകാനും അവിടെ കറങ്ങി നടക്കാനും ഒക്കെ ആയിരിക്കും. പക്ഷേ പൈസ എല്ലാം വേസ്റ്റായി പോവും. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ഞാൻ നന്നായി ജീവിച്ചോളാം കർത്താവേ, എനിക്ക് കൃപയെല്ലാം താ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ കൃപയൊക്കെ പാഴാക്കി കളയാൻ പറ്റുമോ? ഈ കുർബാനയൊക്കെ നിൽക്കുമ്പോൾ പോലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ ചതിക്കാൻ പറ്റുമോ? എല്ലാം താ, എനിക്കെല്ലാം താ എന്ന് പറഞ്ഞിട്ട് ആ തോമസ് അപ്പോസ്തലൻ എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചില്ല. കണ്ടത് കൊണ്ട് പ്രഘോഷിക്കാനായിട്ടുള്ള കൃപ കിട്ടി പ്രഘോഷിച്ചു. നമുക്കെല്ലാം കിട്ടിയിട്ടും ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാത്തത് എന്തുകൊണ്ടാണ്? അതൊരു തരം കബളിപ്പിക്കലല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടൊന്നും പ്രയോജനപ്പെടുത്താത്തതുണ്ടാ. നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ബലിയർപ്പണം ദൈവത്തെ പറ്റിക്കാതെ, ദൈവത്തെ വഞ്ചിക്കാതെ നമുക്ക് ഈ കൃപകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങേ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് ഇസ്ഹാക്കിന് പ്രായമായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു, എൻ്റെ മകനെ ഇതാ ഞാൻ. അവൻ വിളികേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. നിൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറേ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അവൾ മൂത്ത മകൻ ഏസാവിൻ്റേതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലുൾ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എൻ്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളികേട്ടു. നീ ആരാണ് മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസ്ഹാക്ക് ചോദിച്ചു, എൻ്റെ മകനെ, നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എൻ്റെ മകൻ ഏസാവ് തന്നെയോ എന്നറിയട്ടെ. യാക്കോബ് പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസ്ഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിൻ്റേതാണ്, എന്നാൽ കൈകൾ ഏസാവിൻ്റേതും. ഇസ്ഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസ്ഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായും നീ എൻ്റെ മകൻ ഏസാവ് തന്നെയാണോ? അതെ എന്നവൻ മറുപടി പറഞ്ഞു. ഇസ്ഹാക്ക് പറഞ്ഞു, എൻ്റെ മകനെ, നിൻ്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക. അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. ഇസ്ഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസ്ഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തു നോക്കി. അവനെ അനുഗ്രഹിച്ച്, കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേത് എന്ന് അവൻ പറഞ്ഞു. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയും ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിൻ്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിൻ്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിൻ്റെ അമ്മയുടെ പുത്രന്മാർ നിൻ്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്.
കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവൻ നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരുടെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖമാചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തിയുടെ 27-ാം അധ്യായം, അതാണ് ഇന്നത്തെ ഒന്നാം വായന. ഉൽപ്പത്തി 27, യാക്കോബിന് അനുഗ്രഹം. പക്ഷെ അതിൻ്റെ പിന്നിലെ വലിയ ചതിയുണ്ട്. ചതി. ഏസാവിനോട് ഇസ്ഹാക്ക് പറയുന്നത് ഭാര്യ റബേക്ക കേട്ടു. ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം അത് യാക്കോബിന് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കളി കളിച്ചു. അപ്പോൾ ഈ കുടുംബത്തെ ഞാൻ വിളിക്കുന്ന പേര് ചതി കുടുംബം എന്ന്. ചതിക്കുന്ന കുടുംബം. അങ്ങനെ ബൈബിളിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത്തിരി വൃത്തിയുള്ള കുടുംബം അബ്രഹാത്തിൻ്റെ കുടുംബം. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ കുടുംബം ഏതാ? അത് ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. എന്നാൽ പഴം കണ്ടപ്പോൾ ഒരു കൊതി. പഴം കണ്ടപ്പോൾ ഒരു കൊതി. കർത്താവ് പറഞ്ഞ കൽപ്പനയൊക്കെ മറന്നുപോയി. അപ്പോൾ ആ കുടുംബത്തിന് നമുക്ക് വേണമെങ്കിൽ കൊതി കുടുംബം, കൊതിക്കുന്ന കുടുംബം. എപ്പോഴും കൊതിയാണ്. ഈ കൊതിമൂത്ത് കെണിയിലായ ആളുകളുണ്ട്. പല കാര്യങ്ങളോടും കൊതിമൂത്ത് കെണിയിലായ കുടുംബങ്ങൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ മതി. നമ്മുടെ ഭയങ്കര ഒരു അതിരി കടന്ന കൊതി ഉണ്ടോ കാര്യങ്ങളോട്? ചില ആളുകൾ അങ്ങനെ കൊതിമൂത്ത് ഇങ്ങനെയൊന്നും വീട് പണിയല, അതുകൊണ്ട് ഞാൻ ഈ അടിപൊളി വീട് പണിയും എന്ന് പറഞ്ഞിട്ട് ഉള്ള കണ്ട ബ്ലേഡ് പലിശക്കൊക്കെ പണമെടുത്ത് വീട് വെച്ച് അവസാനം 1 കോടി രൂപയുടെ വീട് 75 ലക്ഷത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെയും 25 ലക്ഷം കടം. അങ്ങനെ കെണിയിലായ ആളുകളുണ്ട്.
ഇവിടെ കൊതിമൂത്തിട്ട് പർദീസിൽ നിന്ന് പുറത്തായി. ചിലപ്പോൾ കൊതിമൂത്ത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ചിലപ്പോൾ വരാം. കൊതി അത് ഒന്ന് ധ്യാനിക്കുന്നില്ല. എന്തിനോടുള്ള കൊതിയാണ്? എന്തിനോടാണ് അമിതമായ ആഗ്രഹം മൂത്തിട്ട് ചെയ്ത പരാക്രമങ്ങൾ? അതൊന്നും ധ്യാനിക്കുന്നല്ലതാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആബേലിൻ്റെ കാണിക്കകൾ ദൈവം സ്വീകരിച്ചു, കായൻ്റെ കാണിക്കകൾ സ്വീകരിച്ചു. രണ്ടുപേരും ബലിയർപ്പിച്ചു. ഒരു ഭാഗം ബലിയർപ്പിച്ചു എന്നാ പറയുക. കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേലാകട്ടെ അതിൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയ്ക്ക് കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തെ കാഴ്ച വെച്ചു. അപ്പോൾ ആബേലിൻ്റെ ബലി സ്വീകരിച്ചു, കായൻ്റെ ബലി സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് കായൻ അത്യധികം ഇത് കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. ദൈവം ചോദിക്കുക, നീ എന്താ കോപിച്ചിരിക്കുന്നത്? നല്ലത് ചെയ്യുന്നെങ്കിൽ നീയും സ്വീകാര്യനാവുകയല്ലേ? എന്തിനാണ് ഈ കോപം? അപ്പോൾ അസൂയയുടെ മറ്റൊരു പദമാണല്ലോ കുശുമ്പ്, കണ്ണുകടി, ഈർഷ്യ, വിദ്വേഷം, വിരസത, വിരോധം. അപ്പം അസൂയ മൂത്തിട്ടാണ് കോപം വരുന്നത്. നമ്മളെക്കാൾ എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസൂയ വരും, കോപം വരും. പിന്നെ അവനെ കാണാൻ പറ്റില്ല, അവനെ കണ്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അസൂയ കുടുംബമാണോ? അസൂയ കുടുംബം. അടുത്തുള്ള വീട്ടിലെ ഒരു നല്ലൊരു വീട് പണിത് കഴിയുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടോ? അടുത്തുള്ള വീട്ടിലെ മകന് നല്ലൊരു ജോലി കിട്ടി ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് അസൂയ ഉണ്ടോ? അപ്പം അസൂയ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു അസൂയയിൽ നിന്നും മറ്റു കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധികം ആരോടും പറയരുത്. ചില മക്കളുണ്ട്, കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് പറയും കാര്യങ്ങൾ. എടാ എനിക്ക് അത് കിട്ടിയടാ, എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയടാ എന്ന് പറയും. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടല്ലോ, എടാ നീ എന്തിനടക്കേടാ, അവന് ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അസൂയ ഉണ്ടാവും. വേറെ ആരോടും ചങ്ക് ഫ്രണ്ടിനോടാ പറഞ്ഞത്, പക്ഷെ ചങ്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഈ മകനോട് അസൂയ വരും. അസൂയ ഒരു നെഗറ്റീവാണ്. അസൂയ മൂത്തിട്ടാണ് കായൻ ആബേലിനെ കൊന്നു കളഞ്ഞത്. ഇനി വേറൊരു കുടുംബമാണ് കുടിക്കുന്ന കുടുംബം. നമ്മൾ അങ്ങനത്തെ കുടുംബമാണ് നമ്മൾ ചിന്തിക്കണം, നല്ലതാണ്. നോഹയുടെ കാര്യത്തിലാണിത് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം. അങ്ങനെ നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അത് 9:20 ഉൽപ്പത്തി 9:20. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കള്ളു കുടിച്ചാൽ പിന്നെ തുണിയൊക്കെ മാറിപ്പോവല്ലോ, വർത്തമാനമൊക്കെ മാറും. അപ്പോൾ 3 മക്കളുണ്ട്. ഒരാളത് കണ്ടു. ഒരാൾ കണ്ടിട്ട് മറ്റേ 2 പേരോട് പോയി പറഞ്ഞു, അപ്പം തുണിയില്ലാതെ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പേരുണ്ടല്ലോ, അത് നോക്കാൻ പോയില്ല. ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് അപ്പൻ്റെ ദേഹത്തിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരുത്തൻ പറഞ്ഞു കൊടുത്തല്ലോ, അത് നോഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നോഹ ശപിച്ചു അവന്. വീട്ടിലെ രഹസ്യങ്ങൾ പുറത്ത് പറയാവോ? ഈ കുടി കാരണം പല രഹസ്യങ്ങളും പുറത്ത് പോയില്ലേ? കുടി കാരണം എന്തോരം കാര്യങ്ങൾ, അബദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുടിക്കുന്ന കുടുംബമാണോ? ഇനി ലോത്തിൻ്റെ കാര്യം, അത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായമാണ്. ലോത്ത് സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോഴും ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ശ്രമിക്കുകയാണ്. അപ്പോൾ ലോത്തിനോട് പറയും, നീ നിൻ്റെ പുത്രിമാരെയും ബന്ധുക്കളെ എടുത്തിട്ട് പൊക്കോ, അപ്പോൾ ഉടനെ പോവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മടി പിടിച്ച പോലെ തൻ്റെ മക്കളെ കല്യാണം കഴിക്കാനിരിക്കുന്ന ആളുകളോട് പറഞ്ഞു. തമാശയായിട്ട് കരുതി, വേഗം പോ മക്കളെ, ഇപ്പം ഈ നഗരം നശിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം പോകുന്ന പറയുമ്പോൾ തമാശ പറയുകയാണെന്ന് കരുതി. ഇനിയും ഉൽപ്പത്തിയുടെ 19:16 ഇത് ദൂതന്മാരാണ് പറയുന്നത്. എന്നിട്ടും നശിക്കാൻ പോവുകയാണ്. എന്നിട്ടും അവൻ മടിച്ചു നിന്നപ്പോൾ ആ ദൂതന്മാർ അവരെ എടുത്തുകൊണ്ട് പോയി വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചു. മടിച്ചു നിൽക്കുകയാണ്. ഉത്സാഹമില്ലായ്മ, മടിക്കുടുംബം. എന്തിനും ഒരു മടി. പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, മടിയുള്ള കുടുംബമാണ്. ഒരു ഉത്സാഹക്കുറവുണ്ടോ? പള്ളി പോകാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, അധ്വാനിക്കാൻ മടി. ഇങ്ങനെ മടിയുള്ള കുടുംബമാണോ? മടിയുള്ള കുടുംബം. ഈ ലോത്തിൻ്റെ പുറകെ വന്ന ഭാര്യ, ലോത്തിൻ്റെ പുറകെ വന്ന ഒരുമിച്ച് പോകണ്ടേ, ഉത്സാഹത്തോടെ ഒരുമിച്ച് നീങ്ങേണ്ട ആ കുടുംബം, ലോത്ത് മുന്നേ പോയി രക്ഷപ്പെട്ടു. ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞു.
പിന്തിരിഞ്ഞ് നോക്കി. ഇപ്പം എന്താ, ഇപ്പം നോക്കിയാൽ എന്താ കുഴപ്പം? ഈ മടിയുള്ളവരുടെ ഒരു പ്രത്യേകത, എല്ലാത്തിനും പെറുപെറുക്കും, എല്ലാത്തിനും ഒരു ന്യായീകരണം കണ്ടെത്തും. അപ്പോൾ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി മാറി. പിറകെ പോയതെന്താ? ഒരുമിച്ച് പോകാൻ പാടില്ലായിരുന്നു. പിറകെ ഇങ്ങനെ നടക്കുക, പതുക്കെ പതുക്കെ. നമ്മളിങ്ങനെ കാണാറില്ലേ, എടാ വേഗം വാടാ ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലില്ലേ നമുക്ക്. അപ്പം പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ നടക്കുക. അത് വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും അങ്ങനെ ഒരു മടി പിടിച്ച ജീവിതം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പാടാണ്. ഇനി ഒരു കുടുംബമാണ് രതിക്കുടുംബം. രതിക്കുടുംബം എന്ന് പറഞ്ഞാൽ അത് 19-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. അങ്ങനെ 2 പെൺമക്കളല്ലേ ഉള്ളൂ ലോത്തിന്. അപ്പം എങ്ങനെ പുതിയ തലമുറ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് തലപോഞ്ഞ് ആലോചിച്ചു. അവരപ്പനങ്ങ് കുടിപ്പിച്ചു. അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങി. എന്നിട്ട് മക്കൾക്ക് 2 പേർക്കും കുട്ടികളുണ്ടായി. അപ്പോൾ ഇത് കള്ളുകുടി വരുമ്പോൾ ഉള്ള ഒരു വിപത്താണ് വ്യഭിചാരം. കള്ളുകുടി വരുമ്പോഴാണ് വിവാഹേതര ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നത്. അപ്പോൾ അതൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കുടുംബം എന്ന ചതിക്കുടുംബം. അപ്പോൾ പായസം ചോദിച്ചതിന് ഏസാവിന് പായസക്കൊതിയനാണ്. ഏസാവ് പായസം ചോദിച്ചു. അപ്പോൾ പായസം തരാം, നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരണമെന്ന് പറഞ്ഞ് അവൻ വെച്ചു. യാക്കോബ് ചേട്ടൻ്റെ അവകാശം, അങ്ങനെയൊക്കെ ഒരു പായസത്തിൻ്റെ പേരിൽ ചേട്ടൻ്റെ അവകാശമൊക്കെ തട്ടിയെടുത്തവരുടെ യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? വഞ്ചകൻ. പിന്നീട് ഇങ്ങനെ ഈ നായട്ടിറച്ചി കൊണ്ടുവരാൻ പറയുമ്പോൾ ഇന്നത്തെ വായനയിൽ എത്ര രസകരമായിട്ടാണ് യാക്കോബും റബേക്കായും കൂടി ഇസാക്കിനെയും ഏസാവിനെയും ചതിച്ചത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂലവകാശം എന്നെ അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ സഹോദരങ്ങളെ ചതിച്ചിട്ടുണ്ടോ? ചതിക്കുന്ന കുടുംബമാണോ? ചതിക്കുന്ന കുടുംബം നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതൊന്ന് ധ്യാനിക്കണം. അപ്പോൾ അബ്രാഹത്തിൻ്റെ കുടുംബമാണ് കുറച്ചുകൂടി വൃത്തിയുള്ള കുടുംബം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളും വിട്ടു പോവുക. അബ്രാഹം അത് ഇത്തിരി ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. അതുമാത്രം അബ്രാഹത്തിൻ്റെ കുറവുള്ളൂ, ഇത്തിരി ശ്രദ്ധക്കുറവ് മൂലം ലോത്തിനെയൊക്കെ കൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് പൊല്ലാപ്പായി. അബ്രാഹാം തൻ്റെ ഭാര്യ സാറായെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നെഗേബ് എന്ന സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം വന്നപ്പോൾ തൊട്ടടുത്ത സ്ഥലം ഈജിപ്താണ്. അവിടെ ക്ഷാമമില്ല. നേരെ അങ്ങോട്ട് പോയി. നിനക്ക് മണൽത്തരി പോലെ കുഞ്ഞുങ്ങളുണ്ടാകും, ആകാശത്തിൽ നക്ഷത്രം പോലെ കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് ദൈവം പറഞ്ഞത് കേൾക്കാതെ സാറാ പറഞ്ഞത് കേട്ടു. അതാരായാലും കേട്ടുപോകും, കാരണം സ്വന്തം ഭാര്യയല്ലേ, പറഞ്ഞത് കേട്ടു. അങ്ങനെ അത് പിന്നെ പൊല്ലപ്പ. അതാണ് കുറച്ച് അശ്രദ്ധ മാത്രമേ അബ്രാഹത്തിന് ഉണ്ടായുള്ളൂ. അങ്ങനെ സാറ പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഹാഗാർ തന്നെ നിന്ദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇസ്ഹാക്കും ഇസ്മായേലും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായ്ക്ക് ഉള്ളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇസ്മായേലിന് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ മകൻ്റെ അവകാശം എനിക്ക് തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അബ്രഹാം അസ്വസ്ഥനായി. അബ്രഹാം അവിടെ സാറായോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷെ അബ്രാഹത്തിനെ സഹായിക്കുന്നത് ദൈവം മാത്രമാണ്. അബ്രാഹത്തെ സഹായിക്കുന്നത് ദൈവം മാത്രം. ഇത് പിറുപിറുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതെ അങ്ങനെ പോയ കുടുംബമാണ് അബ്രാഹത്തിന് സാറയുടെ കുടുംബം. സാറ കുറെ പരിതപിക്കുന്നുണ്ട്, സാറ കുറെ അബ്രാഹത്തെ ബഹുമാനിക്കാത്ത വിധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അബ്രഹാം അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പെരുമാറുന്ന കുടുംബം. അത് അവരെ കുറിച്ച് ചിരിക്കുന്ന കുടുംബം എന്ന് പറയും. കാരണം 100 തികഞ്ഞ് എനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് അബ്രഹാം ഉൽപ്പത്തി 17:17 കമഴ്ന്ന് കിടന്ന് ചിരിക്കുന്നു. ഇനി അപ്പോൾ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ സാറ പറയാണ്, എനിക്കെന്നെ ദൈവം കരുണ കാണിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് വാർദ്ധക്യത്തിലൊരു കുഞ്ഞുണ്ടായി എന്ന് കേൾക്കുന്നവരൊക്കെ ചിരിക്കും. അപ്പം അതായത് ആ കുടുംബത്തെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അബ്രാഹത്തിൻ്റെ കുടുംബത്തെ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇന്ന് പഴയ വസ്ത്രത്തിൽ പുതിയത് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റില്ല. പഴയ തോൾക്കുടത്തിൽ പുതിയ വീഞ്ഞും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അപ്പം ഈ തരത്തിലുള്ള കൊതിക്കുടുംബം, ചതിക്കുടുംബം, മടിക്കുടുംബം, അസൂയക്കുടുംബം, കുടിക്കുടുംബം, രതിക്കുടുംബം, ഇത് ഇങ്ങനെയുള്ള അവസ്ഥകൾ വെച്ചിട്ട് കൃപ നിറക്കാൻ പോയാൽ ശരിയാകോ? അതാണ് പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ പോയാൽ ഫലവത്താകിയേല. ഇതൊക്കെ മാറ്റണം. അതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റൂ, ചതിയൊക്കെ ഒന്ന് മാറ്റൂ, കുടിയൊക്കെ ഒന്ന് മാറ്റൂ.
അമിതമായ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റൂ. എന്നിട്ട് നീ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കൂ, ഫലവത്താവും. അതുകൊണ്ടാണ് കുംഭസാരത്തിൽ നമുക്ക് ലഭിക്കുന്നത് പാപമോചനവും ദൈവവരപ്രസാദവുമാണ്. പക്ഷെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് തീരുമാനമെടുത്തേ പറ്റൂ. തീരുമാനമെടുത്തില്ലെങ്കിൽ കൃപ പാഴായിപ്പോവും. നന്നായിട്ട് പഠിക്കണമെന്ന് ഒരു മകൻ തീരുമാനിച്ചാലല്ലേ അവന് വേണ്ടി മുടക്കിയ പൈസ മുതലാകുള്ളൂ. നിനക്ക് തന്ന കൃപ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നീ നല്ല തീരുമാനങ്ങൾ എടുത്താലല്ലേ നിനക്ക് ഈ തീർത്ഥാടനത്തിലൂടെയും ഈ കുർബാനർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെ ഒക്കെ നിനക്ക് കിട്ടുന്ന കൃപ ഫലിക്കുകയുള്ളൂ. നമുക്കതുകൊണ്ട് അങ്ങനെ ഒന്ന് ധ്യാനിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ തൻ്റെ കൃപ പ്രയോജനപ്പെടുത്തിയതുപോലെ, അബ്രഹാം തൻ്റെ അനുസരണത്തിലൂടെ കൃപ പ്രയോജനപ്പെടുത്തിയതുപോലെ, സഭയോട്, കുടുംബത്തോട്, ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു സമൂഹത്തോട് ഒക്കെ നമ്മുടെ കടപ്പാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ.
പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് സാധിക്കുന്ന പോലെ മുട്ടുമെന്ന് നിൽക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്ത വിശ്വാസികൾ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ
അനുഗ്രഹീതർ കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.